ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ഇന്നും ഉള്ളത് അല്ലേ? ഇതിനൊരു അന്തവും കുന്തവും ഉണ്ടാവുമോ ഈ അന്വേഷണത്തിന്? ഇല്ല, ഇതൊരു ഇന്റർപോളിലൊക്കെ എത്തും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോഴും എൻ്റെ വിശ്വാസം ഇന്റർപോള് വരും എന്നത് തന്നെയാണ്. അതായത് ശബരിമല സ്വർണ്ണക്കവർച്ച കേവലം ഒരു സ്വർണ്ണക്കവർച്ചയായി ഞാൻ കാണുന്നില്ല. ഇതൊരു അന്താരാഷ്ട്ര വിഗ്രഹക്കടത്തല്ല, അന്താരാഷ്ട്ര സ്വർണ്ണക്കവർച്ച അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വലിയൊരു ചങ്ങല തന്നെ ഇതിലുണ്ട്. മാനം ഉണ്ട് ഈ സ്വർണ്ണക്കവർച്ചയ്ക്ക് എന്ന്. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി തുടക്കത്തിൽ പറഞ്ഞത് ഒരു കപൂർ അല്ലേ, അതെ, ഒരു നെട്ടോറിയസ് ഗാങ്സ്റ്റർ കൂടിയായിട്ടുള്ള കപൂറിന് ഇതിൽ പങ്കാളിത്തമുണ്ട്, കപൂറിൻ്റെ ഗ്യാങ്ങിന് ഇതിൽ പങ്കാളിത്തമുണ്ട്. കപൂർ ജയിലിലാണ്, പക്ഷേ കപൂറിൻ്റെ സമാനമായ കുറ്റകൃത്യമായിരിക്കുമെന്നാണ് പറഞ്ഞത്. യെസ്. അപ്പോൾ സ്വാഭാവികമായും ആ തലത്തിലേക്ക് അന്വേഷണം എത്തേണ്ടതാണ്. പക്ഷേ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്, അതും കേരള പോലീസിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ആ പരിമിതികൾ മറികടക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. ഇതിനകം തന്നെ അവർ ആയുധം വെച്ച് കീഴടങ്ങേണ്ടതാണ്. കാരണം ഇത് ഞങ്ങളുടെ പരിധിയിൽ നിൽക്കില്ല, പ്രത്യേകിച്ച് അന്താരാഷ്ട്ര ബന്ധങ്ങൾ ഉള്ളതുകൊണ്ട്. പക്ഷെ അങ്ങനെ പോകുന്നുമില്ല. നമുക്ക് മറ്റൊരു കാര്യം ശ്രദ്ധിച്ചോ, ശബരിമല സ്വർണ്ണക്കവർച്ച തുടക്കം മുതൽ ഒരു മുന്നണി വലിയ രീതിയിൽ അവരുടെ പ്രതിഷേധം, യുവജന സംഘടന ആയിക്കോട്ടെ, പ്രതിഷേധം വലിയ രീതിയിൽ ഉയർത്തുന്നു. പക്ഷെ അവരിപ്പം പൊടിയിട്ട് നോക്കിയിട്ട് കാണാൻ പറ്റുന്നില്ല. ആരാത്? വലതു മുന്നണി, കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് എവിടെ, കോൺഗ്രസ് എവിടെ, UDF പ്രവർത്തകരെവിടെ? അതായത് സോണിയാഗാന്ധിയുടെ പേരും എവിടെ, DYFI പ്രവർത്തകർ അല്ല, അവർക്ക് പ്രതിഷേധിക്കാൻ സ്വാഭാവികമായിട്ടും പറ്റൂലല്ലോ. ശരി, ഓക്കെ. അപ്പോ ഈ സോണിയാഗാന്ധിയുടെ പേരും അടൂർ പ്രകാശിന്റെ പേരൊക്കെ വന്നതിന് പിന്നാലെ ഈ പ്രതിഷേധത്തിൽ നിന്നും ഒരല്പം യൂട്ടേൺ അടിച്ചിട്ടുണ്ടെന്ന് പറയാം അല്ലേ? എന്തായാലും ജനം ടിവിയുടെ അന്വേഷണ പരമ്പര തുടരുന്നു. ബിറ്റുവോ വിശ്വാസം. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ മുരാരി ബാബുവിനെ കേന്ദ്രീകരിച്ച് ED അന്വേഷണം. മുരാരി ബാബുവാണ് കഴിഞ്ഞ ദിവസം ജയിൽ മോചിതനായത്. ഈ കേസിൽ ആദ്യമായിട്ട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന വ്യക്തിയാണ് മുരാരി ബാബു. നാളെ പോറ്റിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കും. നാളെ പോറ്റിയും പുറത്തിറങ്ങുമോ എന്നാണ് നിർണായക ചോദ്യം. സ്വാഭാവികമായും, കാരണം അവർക്ക് അതിന് അർഹതയുണ്ട്. 90 ദിവസത്തിനകം കുറ്റപത്രം കൊടുത്തിട്ടില്ലെങ്കിൽ ഓരോ ആളുകൾക്കും ജയിലിൽ നിന്ന് പുറത്തിറങ്ങാം. എന്തായാലും ചോദ്യം ചെയ്യലിനായിട്ട് മുരാരി ബാബുവിനെ ഇന്ന് കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ വിളിപ്പിച്ചിട്ടുണ്ട്. മുരാരി ബാബു ഹാജരായേക്കും. ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബു SITക്ക് നൽകിയ മൊഴികളിൽ കൂടുതൽ വ്യക്തത വേണം എന്നാണ് ആവശ്യം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തട്ടിയകത്താക്കുമോ? ഒരുപക്ഷെ മുരാരി ബാബുവിന് ആ ഭയം കാണും. എന്തായാലും ജിജീഷ് കരുണാകരൻ എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. ജിജീഷ്, ശുഭദിനം ആശംസിക്കുന്നു ഞാനും അശ്വതിയും. ഇപ്പോൾ ഇന്ന് എന്ത് സംഭവിക്കും? മുരാരി ബാബു EDയുടെ മുന്നിൽ ഹാജരാകുമോ? എന്താണ് മറ്റു കാര്യങ്ങൾ? ശുഭദിനം അനിൽ നമ്പ്യാർ, അശ്വതി. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇന്നും നിറഞ്ഞു നിൽക്കുന്ന, അല്ലെങ്കിൽ എപ്പോഴും സജീവമായി നിൽക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. കാരണം അതിലെ രാഷ്ട്രീയ ബന്ധങ്ങളെല്ലാം തന്നെയാണ് അതിനെ ഒരു ചർച്ചാ വിഷയമാക്കിയിരിക്കുന്നത്. അങ്ങനെയുള്ള ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ നിർണായകമായ നീക്കങ്ങളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുന്നു. അവിടെ മുരാരി ബാബു എന്ന പ്രധാനപ്പെട്ട കേന്ദ്രബിന്ദു, ഈ ഒരു ക്രമക്കേടുകളുടെ എല്ലാം മുഖ്യ സൂത്രധാരിൽ ഒരാളായ, അല്ലെങ്കിൽ എങ്ങനെയാണോ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇതിൽ തുല്യ പങ്കാളിത്തമുണ്ട് എന്ന് സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള SIT തന്നെ പലവട്ടം റിപ്പോർട്ടുകളിലൂടെ അടക്കം വ്യക്തമാക്കിയിട്ടുള്ള മുരാരി ബാബു കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യമുനയിലേക്ക് എത്തുന്നു. അത് പ്രധാനമായും മുരാരി ബാബുവിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ഒരു നീക്കം തന്നെയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്നു എന്നതാണ് അതിന് ഏറ്റവും പ്രധാനം. കാരണം മുരാരി ബാബു ഇന്ന് ഹാജരാകേണ്ടതാണ്. എന്നാൽ ഇന്ന് ഹാജരാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു മുരാരി ബാബുവിനോട് ഹാജരാകാൻ പറഞ്ഞുകൊണ്ട് ആദ്യം നോട്ടീസ് നൽകിയത്. ജാമ്യം ലഭിച്ചതിന് ശേഷം ആദ്യം വെള്ളിയാഴ്ച ഹാജരാകാൻ പറഞ്ഞു. അന്ന് മുരാരി ബാബു ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നില്ല. കാരണം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത് അവിടെ SITക്ക് മുന്നിൽ ഹാജരാകേണ്ടതുണ്ട്. കോടതി നൽകിയിരിക്കുന്ന ജാമ്യ വ്യവസ്ഥകൾ പ്രകാരം ആഴ്ചയിൽ 2 ദിവസം താൻ SITക്ക് മുന്നിൽ ഹാജരാകണമെന്ന കാര്യം പറഞ്ഞു. വീണ്ടും ഇന്നലെ ഹാജരാകാൻ നിർദ്ദേശിച്ചപ്പോഴും ചില ഒഴിവുകൾ പറഞ്ഞ് മാറുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ചോദ്യം ചെയ്യലിൽ ഹാജരാകുമോ എന്ന് വ്യക്തമില്ല. എന്നാൽ ആവർത്തിച്ച് വീണ്ടും വിളിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയാൽ കടുത്ത നടപടി ഉണ്ടാകുമെന്ന കാര്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുരാരി ബാബുവിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുരാരി ബാബുവിനെ ചോദ്യം ചെയ്തുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ അന്വേഷണത്തിന്റെ 2ാം ഘട്ടത്തിലേക്ക്, അല്ലെങ്കിൽ ആദ്യം വലിയ പരിശോധനകൾ നടത്തി, വ്യാപകമായ റെയ്ഡുകൾ നടത്തി, നിരവധി തെളിവുകൾ കണ്ടെത്തിയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ SITക്ക് ലഭിച്ചതിനും അപ്പുറം കൃത്യമായ തെളിവുകൾ ഇപ്പോൾ
എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൈവശമുണ്ട്. അവരുടെ പക്കലുള്ള ആ തെളിവുകളാണ് ഏറ്റവും പ്രധാനമായി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് EDയെ സംബന്ധിച്ചിടത്തോളം സഹായകരമായിരിക്കുന്നത്. അവിടെയാണ് മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യുന്നത്. മുരാരി ബാബു മാത്രമല്ല, മുൻ ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഉദ്യോഗസ്ഥരിൽ പലരും നിലവിൽ കേസിൽ ഉൾപ്പെട്ട് ജാമ്യത്തിലുള്ള ആളുകൾ, കേസുമായി ഇതുവരെ ഉൾപ്പെടാത്ത ആളുകൾ, അല്ലെങ്കിൽ SITയുടെ അന്വേഷണത്തിൽ ഒരു ഘട്ടത്തിലും പ്രതിപട്ടികയിലേക്ക് ചേർക്കാൻ തയ്യാറാകാത്ത നിരവധി ആളുകളുണ്ട്. അത് ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റായ PS പ്രശാന്ത് അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇവരെല്ലാം ചോദ്യം ചെയ്തുകൊണ്ടായിരിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം കൊണ്ടുപോവുക. കാരണം ഈ ആളുകളെ ചോദ്യം ചെയ്തെങ്കിൽ മാത്രമാണ് നിർണായകമായ നിരവധി വിവരങ്ങൾ ലഭിക്കുക എന്ന് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അതിന്റെ ആദ്യ പടിയായിട്ടാണ് മുരാരി ബാബു ചോദ്യം ചെയ്യലിന് വിധേയമാകുന്നത്. മുരാരി ബാബു മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ശ്രീകുമാർ, കഴിഞ്ഞ ദിവസം ജാമ്യത്തിലിറങ്ങിയ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S ശ്രീകുമാർ, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുള്ള സുധീഷ് കുമാർ എന്നിവരെയും അന്വേഷണ സംഘം പ്രധാനമായും ചോദ്യം ചെയ്യുന്നുണ്ട്. ഇവരിൽ നിന്ന് ലഭിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ടാണ് ഇത് ചെമ്പ് എന്ന് രേഖപ്പെടുത്തിയത് എന്നതാണ് പ്രധാനമായും. അതിൽ ആരുടെ എല്ലാം സ്വാധീനം ഉണ്ടായിട്ടുണ്ട്, ആരുടെയെല്ലാം നിർദ്ദേശപ്രകാരമാണ്. എന്തായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിനകം തന്നെ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് ശബരിമല സ്വർണ്ണ കവർച്ച കേസിലെ പ്രതികളുടെ വീടുകളിൽ പരിശോധന നടത്തി പല രേഖകളും അവരുടെ കൈവശമുണ്ട് എന്നാണ് പിടിച്ചെടുത്തിട്ടുള്ളത്. മുരാരി ബാബു പറയാത്തതെല്ലാം ഇനി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയിപ്പിക്കും. അതാണ് അതിൽ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. കാരണം സുതാര്യമായ ഒരു അന്വേഷണമാണ് ഇനി നടക്കാൻ പോകുന്നത്. മുരാരി ബാബു ഇത്രയും ദിവസമായിട്ടും ഒരു ഇടക്കാല കുറ്റപത്രം അന്വേഷണ സംഘം സമർപ്പിച്ചിട്ടില്ല. എന്തായാലും അന്വേഷണ സംഘം മുരാരി ബാബുവിൽ നിന്ന് എന്താണോ തേടാത്തത് അത് തേടും, കണ്ടെത്തും, കൃത്യമായി സമർപ്പിക്കും, അഴി എണ്ണുകയും ചെയ്യുമെന്ന് വിശ്വസിക്കാം. അശ്വതി, ഇതിനകം ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു കാര്യമാണ്, അതായത് ഈ കുറ്റപത്രം സമർപ്പിക്കുന്നില്ല എന്നുള്ളത്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രാഥമിക കുറ്റപത്രം സമർപ്പിക്കാം. പ്രാഥമിക കുറ്റപത്രം സമർപ്പിച്ചിരുന്നെങ്കിൽ ഈ മുരാരി ബാബുവും ശ്രീകുമാറും ഒന്നും പുറത്തിറങ്ങില്ലായിരുന്നു. ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആ കുറ്റപത്രത്തിൻ്റെ കരട് തയ്യാറാക്കി എന്നുള്ളതാണ്. അങ്ങനെ കുറ്റപത്രത്തിൻ്റെ കരട് തയ്യാറാക്കി പ്രാഥമിക കുറ്റപത്രം സമർപ്പിക്കുകയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി, അതുപോലെ പത്മകുമാർ, അതുപോലെ നമ്മുടെ തന്ത്രി, ഇവരൊന്നും പുറത്തിറങ്ങില്ല. ഈ ഒരു ബുദ്ധി നേരത്തെ തോന്നണമായിരുന്നു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്. പക്ഷെ അതുണ്ടായില്ല. വൈകിയാണെങ്കിലും ഈ വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിൽ, വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ എന്തായാലും കുറ്റപത്രത്തിന്റെ കരട് തയ്യാറാക്കുന്നു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരു കാര്യം, ഈ ഒരു കൽപേഷൊക്കെ ഉണ്ടായിരുന്നില്ലേ തുടക്കം മുതൽ, ഈ കൽപേഷിനെ സാക്ഷിയാക്കും എന്നും അറിയുന്നു. കാരണം എന്തായാലും ഒരു സാക്ഷിയിലൂടെ ആവണമല്ലോ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കേണ്ടത്. അപ്പോൾ കൽപേഷിനെ സാക്ഷിയാക്കി ചിലപ്പം ഇതിൽ നിന്ന് ആരെങ്കിലും മാപ്പ് സാക്ഷിയാക്കും, അപ്രൂവറാക്കും ചിലരെ. അതായത് ഈ പ്രതികളിൽ നിന്നൊരാളെ നിങ്ങളെല്ലാം പറയുകയാണെങ്കിൽ നിങ്ങളെ കുറ്റവിമുക്തനാക്കും, പക്ഷേ നിങ്ങൾ ഈ ഇതിനൊക്കെ കൂട്ടുനിന്നു എന്ന് തുറന്ന് പറയണം. അങ്ങനെയൊക്കെ പറഞ്ഞാലും ഞാൻ മനസ്സിലാക്കുന്നത് ഈ പ്രതികൾ പുറത്തിറങ്ങേണ്ടത് ആരുടെയൊക്കെ ആവശ്യമാണ്. തെളിവുകൾ, എത്ര സാക്ഷികളുണ്ടെങ്കിലും തെളിവുകൾ കോടതിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ തെളിവുകൾ ഇതുവരെയും അന്വേഷണ സംഘത്തിന് കണ്ടെത്താനായിട്ടില്ല. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ പ്രതികളൊക്കെ ഇങ്ങനെ പുറത്തിറങ്ങുകയാണെങ്കിൽ ആ തെളിവുകൾ നശിപ്പിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് ED എത്തിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും പലരുടെയും ചങ്കിടിക്കും. ആ ചങ്കിടിപ്പൊന്ന് കുറയ്ക്കണമെങ്കിൽ ഈ പ്രതികൾ പുറത്തിറങ്ങണം. തെളിവുകൾ എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നശിപ്പിക്കണം. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പുറത്തിറങ്ങൽ. എന്തായാലും എത്ര മാപ്പ് സാക്ഷികളെ കൊണ്ടുവന്നാലും കോടതി പൂർണ്ണമായും തെളിവുകൾ കിട്ടിയിട്ടില്ല എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഈ പത്മകുമാറിനെയും അതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒക്കെ അകത്ത് ആക്കാനുള്ള, അതായത് അകത്ത് നിലനിർത്താനുള്ള, പുറത്തിറക്കാതെ അകത്ത് തന്നെ ആക്കാനുള്ള തെളിവുകൾ ഉണ്ട്. ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ, കാരണം പരിശോധനാ ഫലമൊക്കെ ഉണ്ടല്ലോ, അത് പൂർണ്ണമായിട്ടും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. പരിശോധനാ ഫലം പിന്നെ രണ്ടാമത് നോക്കൂ, വീണ്ടും പരിശോധനയ്ക്ക് അയക്കുന്നല്ലേ പറയുന്നത്, ഈ സ്വർണ്ണപ്പാളി, കട്ടിളപ്പാളി എന്നുള്ളതൊക്കെ. അപ്പോൾ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ കാത്തിരിക്കാതെ തന്നെ നിലവിലുള്ള ലഭ്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രാഥമിക കുറ്റപത്രം സമർപ്പിക്കാമായിരുന്നു. പക്ഷേ അത് ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഇവരിറങ്ങുന്നത്. പക്ഷേ ഇപ്പം ഇവർക്ക് ബോധ്യം വെച്ചിരിക്കുന്നു, ബുദ്ധി ഉദിച്ചിരിക്കുന്നു, കുറ്റപത്രത്തിൻ്റെ കരട് തയ്യാറാക്കുന്നു.